എമൗണ്ട് അത് വർദ്ധിപ്പിക്കണം, അത് കൂടുതൽ ആയിട്ടുള്ള ഒരു ഉദാരമായ സമീപനം സ്വീകരിക്കണം എന്ന കാര്യം അത് അദ്ദേഹം അനുഭാവപൂർവമായിട്ടാണ് മറുപടി പറഞ്ഞത്. അതുപോലെ തന്നെ KSUDPക്ക് നമുക്ക് തന്നിട്ടുള്ള ലോൺ, വിദേശ ലോണ് $25 മില്യൺ ലോൺ ഇടയ്ക്ക് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അത് പുനഃസ്ഥാപിച്ച് തരണം എന്ന ആവശ്യം അദ്ദേഹം ഉന്നയിച്ചു. അത് പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നേരിയ പ്രതീക്ഷയെങ്കിലും വെച്ച് പുലർത്താം? അല്ല, ഇത് നമ്മളുടെ അനിവാര്യമായ ഒരു ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കേരളത്തിലെ എല്ലാ MP-മാരും ഈ ആവശ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ അവരുടെ ഇത് ശ്രമിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് തന്നെ പലവട്ടം ഈ കാര്യത്തിന് വേണ്ടിയിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനുള്ള ഒരു സാങ്കേതികമായ തടസ്സം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇവിടുത്തെ റബ്ബർ വിലയേക്കാൾ കൂടുതൽ വിലയായിരിക്കുന്ന അവസരത്തിൽ അതിനുള്ള ന്യായീകരണത്തെ വീണ്ടും ഡ്യൂട്ടി അങ്ങനെ വർദ്ധിച്ചു നിൽക്കുന്ന അവസരത്തിൽ ഡ്യൂട്ടി വർദ്ധിപ്പിക്കുന്നതിനകത്തുള്ള ന്യായീകരണത്തെക്കുറിച്ചുള്ള സംശയമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഏതായിരുന്നാലും ഈ കോസ്റ്റ് വൈസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി അദ്ദേഹം പരിശോധിക്കും. ഇന്നിപ്പം ഫിനാൻസ് മിനിസ്ട്രിയുടെ കോസ്റ്റ് കാൽക്കുലേഷൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. നമ്മളുടേതായ കാൽക്കുലേഷൻ അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടുള്ള പ്രപ്പോസൽ നമ്മൾ വീണ്ടും കൊടുക്കും. എന്തായാലും പെട്ടെന്നൊരു നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെ നമ്മളെപ്പോഴും ശുഭ പ്രതീക്ഷയല്ലേ ഉള്ളത്. എപ്പോഴും നമ്മൾ പ്രതീക്ഷയോടുകൂടി പോകണം. അപ്പം ഈ കാര്യത്തിൽ അവിടുത്തെ കർഷകരുടെയും തൊഴിലാളികളുടെയും ഒരു പ്രശ്നമാണ്. അതിപ്പം 220 രൂപ 23 രൂപ എന്ന് പറയുമ്പോൾ അത് കൂടിയൊരു തുകയല്ലേ എന്ന് പലരും ചിന്തിക്കുമായിരിക്കും. പക്ഷേ അതനുസരിച്ച് കോസ്റ്റ് കൂടി, അതനുസരിച്ച് ഉൽപ്പാദന ചെലവ് വർദ്ധിച്ചു. ഒരു നിലയിലെത്തിയതിന് ശേഷം താഴേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലോ, മറ്റേ ആ ഫണ്ട് നേരത്തെ വന്ന സമയത്ത് നമ്മളെ എൻഡോസൾഫാൻ്റെ പാക്കേജ് ധനമന്ത്രാലയത്തിൻ്റെ പരിഗണനയിലാണെന്ന് പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംസാരിച്ചത്? അത് സംബന്ധിച്ചുള്ള തീരുമാനം ആയിട്ടില്ല. ഫിനാൻസ് പിന്നെ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനിലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അത്